പാരൻസിനോടാണ്. നമ്മുടെ കുട്ടികളുടെ പരീക്ഷാകാലം ഏകദേശം അടുത്ത് കഴിഞ്ഞു. SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടാവും, ബോർഡ് എക്സാം എഴുതുന്നവരുണ്ടാവും, നീറ്റ് ജെഇ പോലത്തെ പരീക്ഷകൾ എഴുതുന്നവരുണ്ടാവും. ഏത് പരീക്ഷകളാവട്ടെ, ഈ പരീക്ഷകളിൽ അവർ ഒറ്റക്കല്ല, നമ്മൾ കൂടി ഇതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് അല്ലേ. അപ്പം നമ്മൾ കേൾക്കേണ്ട, നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുട്ടികളാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ പാരൻസിന് കാണിച്ചു കൊടുക്കുക. ആൻഡ് ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് ഡിസിഷൻ ടു മേക്ക്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സമയമാണിത്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് വേണ്ടത് അവനെ പഠിക്കാൻ പുസ്തകങ്ങൾ വേണം, അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ വേണം. അതോടൊപ്പം വേണ്ടതാണ് പഠിക്കാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്നുള്ളത്. ഓക്കെ, പഠനത്തിനുള്ള നല്ല അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ പഠിക്കാൻ ഡെസ്കും ബെഞ്ചും അല്ലെങ്കിൽ അത്തരത്തിൽ നല്ലൊരു മുറി എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വീട്ടിലാണ് കുട്ടി പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അതിന് ഗുണകരമായിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സാഹചര്യം, അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, ഒരു കുട്ടി പഠിക്കാനിരിക്കുകയാണെങ്കിൽ അവന് അതിലോട്ട് ഇറങ്ങാൻ സമയം വേണം. ആ സമയത്ത് അവന് എന്താ പറയുക, അവന് വളരെ കോൺസെൻട്രേറ്റ് ആയി പഠിക്കാൻ സാധിക്കും. ചില പാരൻസിനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ഇടയ്ക്കിടയ്ക്ക് പഠനം ഇൻട്രപ്റ്റ് ചെയ്യും. അല്ലെ, പഠിച്ചോ എന്ന് ചോദിച്ചിട്ട് ലൈക്ക് അവർ കൺസേൺസ് കൊണ്ടായിരിക്കും, അല്ലാതെ കുട്ടിയെ ഇൻട്രപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ ആ ഒരു ക്വൈറ്റ് എൻവയോൺമെന്റ് ഫോക്കസ് അവിടെ നഷ്ടപ്പെടും. കുട്ടികളോട് പല കാര്യങ്ങളും, ഈവൻ പഠിച്ചോ എന്നുള്ള ചോദ്യം പോലും പലപ്പോഴും ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. ചിലപ്പോൾ എക്സസീവ് ആയിട്ടുള്ളൊരു പഠനത്തിന് വേണ്ടി പുഷ് ചെയ്യും, അത് ബ്രേക്സ് ഇല്ലാത്ത പഠനത്തിന്. അപ്പോൾ അതിനപ്പുറം ഒരു പാരന്റ് ചെയ്യേണ്ടത് ആവശ്യത്തിന് ബ്രേക്ക് എടുക്കാനാണ് കുട്ടിക്ക് ആക്ച്വലി എൻകറേജ്മെന്റ് നൽകേണ്ടത്. അവന് കൃത്യമായ ഇടവേളകളിൽ പഠനത്തിനിടയിൽ ബ്രേക്ക് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ സമയത്ത് അവർക്ക് ഹെൽത്തിയായി മേ ബി ഫുഡോ ഡ്രിങ്ക്സോ ഒക്കെ കൊടുക്കാം. അതേപോലെ തന്നെ അവരെ കൊണ്ട് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുമായി സംസാരിക്കാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഗുഡ് പാരൻസ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ കുട്ടികളെ നമ്മളിങ്ങനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അത് അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തത്, ഇപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും മോക്ക് എക്സാംസും മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. ഈ മോക്ക് എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു പേപ്പർ കിട്ടിയാൽ പല പാരൻസും ചെയ്യുക, ചിലപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആവും, ക്രിറ്റിസിസം, അല്ലേ, നിന്നെ എത്ര കാശ് കൊടുത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്നു. അവരുടെ ഫ്രസ്ട്രേഷൻസ് ആണ്, ഞാൻ എത്ര കാശ് കൊടുത്ത് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നീ എന്താണ് എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യാത്തത്, പരീക്ഷ അടുത്തെത്താനായില്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫ്രസ്ട്രേഷൻ വരും. അവൻ ഇത്ര മാർക്കുണ്ടല്ലോ, അവൾക്ക് ഇത്ര മാർക്കുണ്ടല്ലോ, അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇത്ര മാർക്കുണ്ടല്ലോ. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പാരൻസിന് അത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല, അല്ലേ. എന്നിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് സ്ട്രെസ് വർദ്ധിക്കുകയാണ് ചെയ്യുക, അവരുടെ ഒരു സെൽഫ് എസ്റ്റീം താഴോട്ട് വരികയാണ് ചെയ്യുക, അല്ലെ. അപ്പോൾ അതിന് പകരം നമ്മൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്, അവിടെ ഒരു ലെസ് ദാൻ പെർഫെക്റ്റ് റിപ്പോർട്ട് കാർഡ് അല്ലെങ്കിൽ ഒരു മാർക്ക് ഷീറ്റ് ആണ് കാണുന്നതെങ്കിൽ ഒരു പാരന്റ് അന്വേഷിക്കേണ്ടത് എന്താണ്, എവിടെയാണ് പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുമിച്ചാണ് ഇതിലുള്ളത്, അവന് കോൺഫിഡൻസ് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒരുമിച്ചാണ്, നീ പറ ഇതിൽ ഞാൻ നിന്റെ അധ്യാപകരോട് സംസാരിക്കണോ, സ്കൂളിൽ സംസാരിക്കണോ, കോച്ചിങ് സെന്ററിൽ സംസാരിക്കണോ, എന്ത് തരം സപ്പോർട്ടാണ് നിനക്ക് വേണ്ടത്. ഇപ്പോൾ നിനക്ക് മാത്സിലൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഫിസിക്സിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, സോഷ്യൽ സയൻസിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്. ഇതൊന്നും പ്രശ്നമില്ല, ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്നുള്ളൊരു റീഅഷുറൻസ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ആക്ച്വലി വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു കാര്യം ഇടയിൽ പറയാനുള്ളത്, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസിന് വേണ്ടിയിട്ട് ഒരു സെഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക, അതിന് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെഷനിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ലിങ്ക് താഴെ നൽകുന്നുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാരൻ്റ് ആണെങ്കിൽ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡിസംബർ 21 നമ്മുടെ ഈ ഒരു സെഷൻ ഓൺലൈൻ സെഷനാണ്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുള്ള അവസരമാണ്. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഒരു പരീക്ഷയുടെ ദിവസത്തോട്ട് വരുമ്പോൾ മൂന്നാമതായിട്ട് ഇപ്പോൾ ഒരു സിനാറിയോ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ പരീക്ഷയുടെ ഈവനിങ് ദിവസം ആ കുട്ടി ഏറ്റവും സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും. ആ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ആ കുട്ടിയുടെ സ്ട്രെസ് കൂടുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ, നമ്മൾ ചിലപ്പോൾ പറയും നാളത്തെ പരീക്ഷ ഭയങ്കര പ്രധാനമാണ്, അപ്പോൾ അതിൽ എന്താ പറയുക എങ്ങനെ ആയാലും മാർക്ക് വാങ്ങിയേ തീരുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുക അതിങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ടെൻഷൻ കൂടും, ചിലപ്പോൾ നന്നായി റിലാക്സ് ചെയ്യാൻ സാധിക്കില്ല, നന്നായി ഉറങ്ങാൻ സാധിക്കില്ല, അല്ലെ. അവിടെ ഒരു നല്ല പാരന്റ് എന്താ ചെയ്യേണ്ടത്, ഒരു പാരന്റ് ചെയ്യേണ്ടത് ആ കുട്ടി ഒന്നും കൂടി റിലാക്സ്ഡ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ചെറിയ കോൺവെർസേഷൻ
എക്സാംസ് ഒക്കെ നടത്തുക, ഈ പറഞ്ഞ പോലെ പഠനത്തിനിടയിൽ ചില ബ്രേക്കുകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നാൽ നമ്മൾ അവരെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം എക്സാമിൻ്റെ തലേ ദിവസം എന്നാൽ ഹെവി അല്ലാത്തൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. നേരത്തെ ഉറങ്ങാൻ അവരെ പ്രേരിപ്പിക്കുക. വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട, നാളെ ഒരു എക്സാമാണ്, ആ എക്സാമിന് നമുക്ക് കഴിയുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് നമുക്ക് നോക്കാം, നമുക്ക് അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് നോക്കാം എന്നുള്ള ഒരു റീഅഷുറൻസ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നൽകുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പുറത്ത് വേറൊരു സെറ്റ് ഓഫ് പാരൻസ് ഇപ്പോൾ എക്സാമൊക്കെ അടുക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നങ്ങളിൽ ഒന്നാണ് കുട്ടികൾക്ക് ചിലപ്പോൾ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഹോബീസൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എക്സാമിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ഡൗൺ ഉണ്ട്, പക്ഷേ പൂർണ്ണമായും അത് കർട്ടയിൽ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പോസിബിൾ അല്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു കുറച്ച് സമയം, ഒരു 1.5 മണിക്കൂർ അവർ വൈകിട്ട് കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ കളിക്കാൻ പോകുന്നതിന് നമ്മൾ ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നത് നിർത്തിച്ചിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മേ ബി അത് കട്ട് ഡൗൺ ചെയ്യാൻ, സ്ലോലി ഷട്ട് ഡൗൺ ചെയ്യാൻ, അല്ലെങ്കിൽ സ്ലോലി കുറച്ച് കൊണ്ടുവരാനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പറയേണ്ടത് നിന്റെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നിന്റെ സ്പോർട്സിൽ, നിന്റെ ആർട്സ് വളരെ പ്രധാനമാണ്, അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാം ആയി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തണം എന്ന് നിനക്ക് അറിയാലോ അല്ലേ. അത് ആ രീതിയിൽ നമ്മൾ കുട്ടികളെ ആ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യുകയും, അല്ലാന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ബേൺ ഔട്ട് ആയി പോവും, അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് പേഴ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് അവർക്ക് ബോറിംഗ് ആയി തോന്നും, അവർക്ക് പഠനം കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പഠനത്തിനൊരു സമയമുണ്ട്, അപ്പോൾ ആ സമയം മതി, ആ സമയം എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇപ്പോൾ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരികയാണെങ്കിൽ റിസൾട്ട് എക്സ്പെക്റ്റഡ് ആവാതിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുക, ആ മറ്റാളുകളുമായിട്ട് കമ്പയർ ചെയ്യുക, ഔട്ട്കം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക, കുട്ടിയുടെ ഒരു എഫേർട്ടോ ഗ്രോത്തോ ഒന്നും പരിഗണിക്കാതെ. ചിലപ്പോൾ കാൽക്കൊല്ല പരീക്ഷയ്ക്ക്, ഓണപരീക്ഷയ്ക്ക് 80-ൽ 40 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി 80-ൽ 60 മാർക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ആ 40-ൽ നിന്ന് അവൻ 60-ലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അവൻ നല്ലൊരു എഫേർട്ട് ഇട്ടുണ്ടാവുമല്ലോ. ആ എഫേർട്ടിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കാതെ നമ്മൾ നേരെ എന്തുകൊണ്ട് നിനക്ക് 70 കിട്ടിയില്ല, അല്ലെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് 80 കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോഴുള്ള പ്രശ്നം നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ എക്സ്പെക്ടേഷൻ എപ്പോഴും റിയലിസ്റ്റിക് ആവണം. നമ്മുടെ കുട്ടി കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരാളാണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മേ ബി അക്കാഡമിക്കലി ഒരു ആവറേജ് ആളാണെങ്കിൽ ഒറ്റയടിക്ക് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അത് ഏത് ട്യൂഷന് ചേർത്താലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് അവരെ പ്രേരിപ്പിക്കുകയും ആ രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ഇനി ഔട്ട്കം എന്തായാലും അവരുടെ എഫേർട്ടിനെയോ അവരുടെ ഗ്രോത്തിനെയോ നമ്മൾ കാണാതിരിക്കരുത് എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ചെറിയ കാര്യങ്ങളാണ് പാരൻസിനോട് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾ എക്സാമിൻ്റെ സമയത്തും ഇനിയുള്ള ഈ സമയത്തും ശ്രദ്ധിക്കുക. നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പാരൻസിൻ്റെ വർക്ക്ഷോപ്പ് നിങ്ങളെല്ലാവരും അറിയിക്കുക. നിങ്ങൾ 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പാരൻ്റ് ആണെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.